ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് നല്ല ഒരു വൻപയർ ഉലത്തിയതുണ്ടാക്കാം. ഒരു ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇതിന് റെഡ് ചോരി എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഞാൻ 1.5 കപ്പ് പയർ, ഈ വൻപയർ എടുത്തു. ഇത് നല്ലതായിട്ടൊന്ന് കഴുകി കൊണ്ടുവരാം. ചിലവർ ഇത് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കും. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടുള്ളതാണ്. നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചാൽ മതി. അപ്പം ഞാനിത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇത് നമ്മുടെ കുക്കറിൽ ഞാനൊരു 5.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കഴുകി വാരി വെച്ചിരിക്കുന്ന പയറിടുക. 1 ടീസ്പൂൺ നമുക്ക് സോൾട്ട് ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂൺ നമുക്കിടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ വേണ്ടത് നമുക്ക് 2 തണ്ട് കരിവേപ്പില. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇത് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം. ഇത് കുക്കറിൻ്റെ സമയം എനിക്ക് പറയാൻ പറ്റത്തില്ല. വെച്ചാൽ ഇന്ത്യൻ കുക്കറൊക്കെ ആണെങ്കിൽ ഇത് 2 വിസിൽ വന്ന് കഴിഞ്ഞിട്ട് ഹീറ്റ് ഓഫാക്കിയിട്ട് നമ്മൾ സ്റ്റവിൽ തന്നെ അതിൻ്റെ സ്റ്റീം പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിരിക്കും. ഇത് ഇപ്പോൾ ഇവിടുത്തെ കുക്കർ ആയതുകൊണ്ട് ഞാൻ പറയാം ഇതിൻ്റെ സമയം എങ്ങനെയാണെന്നുള്ളത്. ഇത് നമ്മുടെ കുക്കറിന് സ്റ്റീം വന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ ഞാൻ മീഡിയം ഹീറ്റിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫയർ ഓഫ് ചെയ്തിടാം. ഇതിൽ തണുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇത് വെന്തോ ഇല്ലോ എന്നുള്ളത് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കുക്കർ ആറുന്ന നേരത്ത് നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുക. 2 ടേബിൾ സ്പൂൺ വേണം. അത് ഞാനിപ്പോൾ ചുമന്ന ഉള്ളി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ചതഞ്ഞ് ഇച്ചിരി ജ്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡ്രൈ നമ്മുടെ ഉണക്കമുളകില്ല, അത് നമുക്കിടാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം. എരിവ് കൂടിയുള്ളവർ വേണ്ടിയവർ കുറച്ചും കൂടി ഇടാം. ഇത് നല്ലതായിട്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ കൊണ്ട് പെട്ടെന്ന് ചതഞ്ഞ് വരും. അത് ചതച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള 3 അല്ലി ഗാർലിക്കും ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നമ്മുടെ കുക്കർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷറെല്ലാം പോയി. ഇതിപ്പം നമുക്ക് തുറന്ന് നോക്കാം. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം നമുക്ക് വേണം. ഇനി നമുക്ക് ഇത് ഒലത്താനായിട്ടുള്ളതെല്ലാം നമ്മുടെ കുക്കറിലെല്ലാം റെഡിയായി. നമ്മുടെ പയർ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. അത് സാരമില്ല. അത് നമുക്ക് വേണം അത്രയും വെള്ളം. അപ്പം നമ്മുടെ പയർ റെഡിയായി. നമുക്കിതിനെ എങ്ങനെ ഒലത്താമെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പാന് ചൂടായി. ഒരു ചെറിയ സ്മോക്ക് ചെറുതായിട്ട് വരുന്ന കാണാം. അപ്പം നമുക്കിതിടാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടി നമുക്കിതിലേക്ക് ഇടാം. ഇച്ചിരി കുറച്ച് വെക്കണം നമ്മൾ. ഇത് നിങ്ങൾക്ക് ചതയ്ക്കുന്ന ഓരലില്ലെങ്കിൽ ചതയ്ക്കുന്ന സംഗതികൾ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇതൊന്ന് ശകലം കളറ് മാറണം. ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്തിടണം. ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്രഷ്ഡ് പെപ്പർ നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്തിട്ടിടണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതിൻ്റെ കൂടെ ഞാൻ എരിവില്ലാത്ത മുളകുമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ഇടാം. ഞാനിത് എരിവ് തീരെ കുറഞ്ഞ മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ടു.
അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് തേങ്ങ ഇടാം അതിലേക്ക്. തേങ്ങ 1 കപ്പ്. പിന്നെ ഇപ്പോൾ തേങ്ങ എല്ലാം നല്ല ഒത്തിരി ഗുണങ്ങളുള്ളതാണെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടവുമാണല്ലോ. ഇത് ഭയങ്കര ടേസ്റ്റായിരിക്കും. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുമല്ലോ. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യണം. കമൻ്റൊക്കെ എഴുതി ഇടണം കേട്ടോ. ഇതിലേക്ക് ഇപ്പം നമ്മൾ ഒരു മിനിറ്റോളം നമ്മൾ തേങ്ങ ഒന്ന് വഴറ്റി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതെല്ലാം കൂടി ഇച്ചിരി തീ നമുക്ക് കൂട്ടി വയ്ക്കാം. ഇനി ഇതിൽ കിടന്ന് നല്ലതായിട്ടൊന്ന് വറ്റി ഒലന്നെടുക്കണം. അപ്പം നമ്മുടെ കറി റെഡിയാവും. ഉപ്പൊക്കെ നോക്കണം. നിങ്ങൾക്ക് ഇത്രയും വെള്ളം വേണ്ട സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 5 കപ്പൊക്കെ നിങ്ങൾ വെള്ളം ഒഴിച്ച് നോക്കുക. കുക്കറിൽ ആദ്യമായിട്ട് വെക്കുന്നവരാണ് പിള്ളേർക്കൊക്കെ പേടിയാണ് കുക്കറൊക്കെ ഉപയോഗിക്കാനായിട്ട്. പേടിക്കാനൊന്നുമില്ല, നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാകും. ഇത് ഇപ്പോൾ പയറൊന്നും ഞാൻ തലേദിവസം വെള്ളത്തിലിടുകയോ കുറച്ച് നേരം മുമ്പ് വെള്ളത്തിലിടുകയോ ഒന്നും ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലിടാതെ വെക്കുന്ന പയറിനാണ് ടേസ്റ്റ് കൂടുതലായിട്ടും തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ പയർ റെഡിയായി വരുന്നു. ഇപ്പം ഉപ്പ് നോക്കി, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പം നമ്മൾ അതിന് ഇട്ട ഉപ്പിനേക്കായും കുറച്ചും കൂടി ഉപ്പിടാം. നമുക്ക് ഒരു അര ടീസ്പൂൺ കൂടി നമുക്ക് ഉപ്പിടാം. ഇത് ശകലം വെള്ളമായിട്ടൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഇത് കോരിയെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കൂട്ടണമെങ്കിൽ. ഇത് ലഞ്ച് സീസണിലും നൊയമ്പുകാർക്ക് പിന്നെ വെജിറ്റേറിയൻകാർക്കൊക്കെ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണിത്. വെജിറ്റേറിയൻകാർക്ക് ഇവർക്കെല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് നമുക്ക് ഈ വൻപയർ കൊണ്ട് ഉണ്ടാക്കാം. നമ്മുടെ ഇത് റെഡിയായി നമുക്കിനി കോരിയെടുക്കാം. ഇതാണ് നമ്മുടെ പയർ കറി. ഇതാണ് നമ്മുടെ പയർ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ. താങ്ക് യു. ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. ബൈ.